എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ മഴക്കാലത്തെ ഒരു ചെറിയ പരിപാടിയാണ്. മഴക്കാലമൊക്കെ ആകുമ്പോൾ എല്ലാവരും ചെടികളും എന്തെങ്കിലുമൊക്കെ നമ്മൾ കിട്ടിയതൊക്കെ കൊടുന്ന് വയ്ക്കും. ഉണ്ടായാൽ ഉണ്ടാവും, ഉണ്ടായില്ലെങ്കിൽ ഉണ്ടായില്ല, അങ്ങനെയാണ്. അപ്പോൾ അതേമാതിരി ഞാനും റോട്ടിലൊക്കെ പോയപ്പോൾ ഒരു മുല്ലച്ചെടിയും 2 മുല്ലച്ചെടിയും ഒരു 4-5 ചെണ്ടുമല്ലി, ചെമ്പരത്തിയല്ല ചെണ്ടുമല്ലി. ഇനി എങ്ങനത്തെ ചെണ്ടുമല്ലിയാണെന്ന് അറിയില്ല. റോട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. റോട്ടിൽ നിന്ന് കിട്ടിയതല്ല, വാങ്ങിക്കൊടുന്നതാണ്. റോട്ടിൽ വിൽക്കണു, ഞാൻ വാങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ പോയപ്പോൾ. അപ്പോൾ അത് വെക്കണം പറഞ്ഞിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ്, കഠിന പരിശ്രമമാണ്. ഭയങ്കര പുല്ലും വള്ളിയും പുല്ലാണ്. അത് വെട്ടിയാലും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വെട്ടിയാലും വലിച്ചാലും അങ്ങടും പോകണില്ല, കയ്യിലും കാലിലും ചുറ്റിയ നല്ലാണ്ട് എങ്ങനെയൊക്കെ വെട്ടി വലിച്ചു. മണ്ണ് കിട്ടണല്ലോ, ചെടിയുടെ ഈ പുല്ലിൻ്റെ ഉള്ളിൽ കൊണ്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഭയങ്കര പുല്ലാണ്. മഴ പെയ്തോ ഇല്ല, പെട്ടെന്ന് മുളച്ച് വരുന്നത് പുല്ലാണ്. നമ്മൾ എന്ത് ചെടി വെച്ചാലും ചെടിയല്ല വരിക, പുല്ല് മുമ്പിൽ, ചെടി പിന്നാലെ അങ്ങനെ കിടക്കും. വേണോ വേണ്ടേ വെച്ചിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കുകയാണ്. അവിടെ ആ ഭാഗത്ത് ഭയങ്കര പുല്ലാണ്. പിന്നെ മണ്ണ് വേഗം കിട്ടും. അപ്പോൾ കുതിർന്നല്ലോ മഴ പെയ്തിട്ട്. അപ്പോൾ ആ മണ്ണ് ചെടികളൊക്കെ മാറ്റിയാൽ പുല്ലിനെയൊക്കെ വെട്ടി വൃത്തിയാക്കി എന്നിട്ട് വേണ്ട ചെടി വെക്കണം വെച്ചാൽ. അപ്പോൾ അതിൻ്റെ പണിയിലാണ്. വീഡിയോ കുറച്ച് ദൂരത്താണ് വെച്ചെന്ന്, സൗകര്യമില്ല വെക്കാൻ. അപ്പോൾ അത് കുറച്ച് വിട്ട് വെച്ചിട്ടാണ് വീഡിയോ എടുത്തേണ്ടത്. അതുകൊണ്ട് അത്രേ കാണുള്ളൂ. നല്ല ക്ലിയറായി കാണണമെങ്കിൽ അടുത്ത് കൊണ്ടുപോയിട്ട് എടുക്കണം. കുറച്ച് ദൂരത്ത് വെച്ചിരിക്കുകയാണ് വീഡിയോനെ. എന്നിട്ടാണ് പരിപാടികൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വെട്ടി വലിച്ച് ഭയങ്കര പുല്ലും ഭയങ്കര വള്ളിയും പുല്ലും. എല്ലാവരും അവിടെ ഉണ്ടാവുമായിരിക്കില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് ചെടി വയ്ക്കാൻ. കണ്ടൊക്കെ ഒരാഗ്രഹം, അപ്പം ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരും. പിന്നെ വയ്ക്കുകയും ചെയ്യും. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ്. കുറേ ചെടി വെച്ച് കുറേ ഉണ്ടായി, കുറേ പോയി. പിന്നെ വെയിൽ കാലമാകുമ്പോൾ ഭയങ്കര വെയിലല്ലേ. പിന്നെ അങ്ങനെ നമ്മളെത്ര വെള്ളം ഒഴിച്ചാലും ചിലതൊക്കെ നിൽക്കുള്ളൂ, ചിലതൊക്കെ തന്നെ പോവും. ഇവിടെയൊക്കെ അങ്ങനെയാണ്. അങ്ങനെ മണ്ണൊക്കെ മേലേക്ക് തെറിച്ചിട്ട് ഇങ്ങോട്ട്, മണ്ണും പുല്ലും എന്തെങ്കിലും ആവട്ടെ. അപ്പം അങ്ങനെ കോഴികളും വന്ന് തിന്നും ഇലയും തലയൊക്കെ. ചിലപ്പോൾ പുല്ല് തിന്നാൻ പോയാൽ കോഴി പുല്ല് തിന്നില്ല, നമ്മൾ വെച്ച് ചെടി തിന്നുക. എന്താ ചെയ്യുക. അപ്പോൾ അങ്ങനെ വെട്ടി ഇനി കുഴി വെക്കണമല്ലോ, കുഴിയാക്കുകയാണ്. ചെറിയ കുഴി എടുക്കണ്ടേ. അപ്പോൾ അതിനുള്ളിൽ വേരൊക്കെ നിൽക്കണമായുള്ള കുഴിയാണെങ്കിൽ മറിഞ്ഞു പോകില്ലേ മഴ പെയ്താൽ. അപ്പോൾ അതിന് വേണ്ടി കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ചെറിയ കുഴി എടുത്താൽ വേഗം ചെടി മറിഞ്ഞു പോകും. കുറച്ച് നമുക്ക് ആഴത്തിലെടുക്കണം, അപ്പോഴേണ് അതിൽ നിൽക്കുള്ളൂ ചെടികൾ. അപ്പോൾ അങ്ങനെ കുഴിയൊക്കെ കുഴിച്ചു. ഞാൻ ചെടി വെച്ചും കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ കമ്പി വെച്ച് കുത്തുകയാണ്. കുറച്ച് ഇതാവണ്ട, തുടഞ്ഞ് പോകണ്ടേ. കൈക്കോട്ടും കൊണ്ട് എടുക്കുമ്പോൾ വരുന്നില്ല, അങ്ങനെ ഒട്ടി നിൽക്കുക മണ്ണ്. അപ്പോൾ ഇരുമ്പ് കമ്പിയുണ്ട്, അത് വെച്ചിട്ട് കുഴിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് ചെടി വെക്കണമല്ലോ. വയ്യാത്ത പണിക്ക് നിൽക്കേണ്ടതൊക്കെ പറയുകയാണ്, അതാണ് പറയണത്. അപ്പോൾ അങ്ങനെ ചെടി വയ്ക്കലാണ്. ചെടി വെച്ച് കഴിഞ്ഞു. പിന്നെ ചാണകപ്പൊടിയാണ് ഇട്ട് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ കൊല്ലം വാങ്ങി വെച്ച ചാണകപ്പൊടി കുറച്ച് നടന്നു. ആ ചാണകപ്പൊടിയാണ് കുറച്ച് അതിലിട്ട് കൊടുക്കാച്ചിട്ട്, ഒരു പശമയ്ക്ക്. അപ്പോൾ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ളൊരു ചെടിവെപ്പാണ്. നോക്കാം, വന്നാൽ വരട്ടെ, ഒരാഗ്രഹമല്ലേ. പിന്നെ മഴയൊക്കെ പെയ്യും കൊണ്ട് പിടിക്കുമെന്ന് വിചാരിക്കുന്നു ചെടി. അപ്പം അങ്ങനെ നമ്മുടെ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറേശ്ശെ മണ്ണൊക്കെ ഇട്ടിട്ട് അതിൽ വെച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മഴക്കാല ചെടിയൊക്കെ വെക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ. ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞു, ചെടി വയ്ക്കലും കഴിഞ്ഞു.
ഇനി കുറച്ച് വെള്ളം തെളിച്ച് വരണം ചെടി കൂടെ. അപ്പോൾ അതിന് വെള്ളം എടുക്കാൻ പോയതാണ്. വെള്ളം കുറേശ്ശെ തെളിച്ച് വിട്ടാൽ ഇപ്പോൾ മഴ ഇല്ല. മഴ പെയ്താൽ പിടിക്കും വിചാരിക്കണം, ഉണ്ടാവും വിചാരിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.